പുരാവേശത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഈ എല്ലായിടത്തും ഘടകപൂരങ്ങളെല്ലാം ശ്രീമൂലസ്ഥാനത്തേക്ക് വരികയാണ്. ഇപ്പോൾ ആദ്യം കണിമംഗലം ശാസ്താവ് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്ന് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ദൃശ്യങ്ങളാണ്. ചെമ്പുക്കാവ് ഭഗവതിയെ തിടമ്പേറ്റാനായി നെറ്റിപ്പട്ടം കിട്ടുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, കണിമംഗലം ശാസ്താവ് ഉടൻ തന്നെ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തും അല്ലേ? കണിമംഗലം ശാസ്താവ് ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. തെക്കേ ഗോപുരനടയ്ക്ക് അഭിമുഖമായി നിന്ന് മേളം തകർക്കുകയാണ്, അല്ലെങ്കിൽ മേളപ്പെരുക്കം മുഴങ്ങുകയാണ്. ഇനി ഘടകപൂരങ്ങളുടെ വരവാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ ക്യാമറമാൻ വിനേഷ് ബാബുരാജ തെക്കേ ഗോപുരനടയുടെ മനോഹരമായ ആ ദൃശ്യങ്ങൾ, പുഷ്പമാലകൾ കൊണ്ട് അലങ്കരിച്ച തെക്കേ ഗോപുരനടയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കാണിക്കുന്നുണ്ട്. കണിമംഗലം ശാസ്താവ് ഇല്യാനിക്കൽ കുട്ടിശങ്കരൻ എന്ന ആ ഗജവീരന്റെ തിടമ്പേറ്റി ആ ഗജവീരന്റെ മസ്തകത്തിലേറി കടന്നു വരുന്ന ഒരു കാഴ്ച. ഇനി തെക്കേ ഗോപുരനടയിലേക്ക് അല്പസമയത്തിനകം തന്നെ ഇല്യാനിക്കൽ കുട്ടിശങ്കരനും ഈ ആനകളും പ്രവേശിക്കും. ശേഷം അകത്തും മേളം നടക്കും. വടക്കുന്നാഥനെ വണങ്ങി ആ അപ്പുറത്തെ ദിശയിലൂടെ തിരിച്ചു പോകണം. അതായത് ഒരു ഐതിഹ്യമെന്നാൽ അല്ലെങ്കിൽ ഒരു ആചാരമെന്നാൽ ഇതാണ്. സൂര്യൻ ഉദിക്കും മുൻപ് തന്നെ വടക്കുന്നാഥനെ വണങ്ങി സ്വരാജ് റൗണ്ട് നിന്ന് മടങ്ങുക, വടക്കുന്നാഥിൽ നിന്ന് മടങ്ങുക കണിമംഗലം ശാസ്താവ് എന്നതാണ് ആചാരം. ഇനി അടുത്ത ചെമ്പൂക്കാവ് ഭഗവതി അടക്കമുള്ള ആളുകൾ ഇനി എഴുന്നള്ളാനുണ്ട്. അപ്പോഴേക്കും ഏതാണ്ട് ജനനിബിഡമാകും ഈ മേഖല. പൂർണ്ണമായി പൂരത്തിന്റെ മാറ്റ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നതാണ് ആദ്യ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ വെളിവാക്കുന്നത് തന്നെയാണ്. എന്തായാലും ആ മേളപ്പെരുക്കം ഈ മേഖലയിൽ പൂർണ്ണമായി തന്നെ നടക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന സമയത്ത് ഒരാന ഇല്യാനിക്കൽ കുട്ടിശങ്കരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊളശ്ശേരി ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 4 ആനകൾ കൂടി ഒപ്പം ചേർന്നു. ഇടംപേറ്റി ഗജവീരൻ കടന്നു വരുന്ന സമയത്ത് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആനകൾ കൂടി. അങ്ങനെ 9 ആനകൾ ഈ മേഖലയിൽ അണിനിരന്നുകൊണ്ട് ഒരു വർണ്ണ മനോഹരമായ, നയന മനോഹരമായ ഒരു കാഴ്ച പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇല്യാനിക്കൽ കുട്ടിശങ്കരൻ ശാസ്താവിന്റെ തിടമ്പേറ്റി തെക്കേ ഗോപുരനട വഴി കടന്ന് മുകളിലേക്ക് പോകും. ശേഷം മറ്റു ഘടകപൂരങ്ങളും വരും. അങ്ങനെ പൂരം തുടങ്ങിയിരിക്കുന്നു. ഘടകപൂരങ്ങളുടെ വരവ് ആരംഭിച്ചിരിക്കുന്നു. മറ്റ് കുറവുകളൊന്നും മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയ ഈ പറയുന്ന പോലെ വെടിക്കെട്ടും അതുപോലെ തന്നെ കുടമാറ്റവും, ആ കുടമാറ്റത്തിലെ ഒരു 15 മിനിറ്റ് മാത്രം എന്ന ഒരു നിയന്ത്രണം മാത്രമേ ഉള്ളൂ. കടന്നു പോവുകയാണ്. ആ ഒരു നിയന്ത്രണം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായി അതിനുശേഷമുള്ള അല്ലെങ്കിൽ അതിനു മുൻപുള്ള എല്ലാ പരിപാടികളും അല്ലെങ്കിൽ എല്ലാ ചടങ്ങുകളും മുറ പോലെ നടക്കുകയാണ്. പൂരാവേശത്തിന് ഒട്ടും തന്നെ കുറവ് ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നില്ല എന്നാണ് നമുക്ക് കണിമംഗലം ശാസ്താവ് ശ്രീമൂലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇനി വടക്കുംനാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് വരും. ഒപ്പം തന്നെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അരമണി കെട്ടി, നെറ്റിപ്പട്ടം കെട്ടി ഭഗവതിയുടെ തിടമ്പേറ്റി ഉടൻ തന്നെ ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങും. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.